യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയ അളവിൽ ഇടയ്ക്ക് പത കാണുന്നത് ഒട്ടും അബ്നോർമൽ അല്ല. ഫോർ എക്സാമ്പിൾ, മൂത്രസഞ്ചി നന്നായി നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ്റെ സ്പീഡ് കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ പത കാണാം. അതുകൊണ്ടാണ് രാവിലെ മൂത്രമൊഴിക്കുമ്പോൾ പലപ്പോഴും പത കാണുന്നത്. നാം ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ യൂറിൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിലും യൂറിൻ പാസ് ചെയ്യുമ്പോൾ പത കാണാം. ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചതിന് ശേഷം യൂറിൻ പാസ് ചെയ്യുമ്പോൾ 2-3 ഫ്ലഷ് കഴിയുന്നത് വരെയും പത കാണാറുണ്ട്. പക്ഷേ എക്സസീവായി കൂടിയ അളവിൽ പത കാണുന്നത് തീർച്ചയായും അബ്നോർമലാണ്. ഇനി എന്തുകൊണ്ടാണ് യൂറിനിൽ പത വരുന്നത്? നിങ്ങൾക്കറിയാവുന്നതുപോലെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ ഗ്ലോമറുലാർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ വഴിക്ക് പുറന്തള്ളുന്ന ഒരു അവയവമാണ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഗ്ലോമറുലാർ മെംബ്രെയിൻ എന്ന് പറയുന്ന അരിപ്പയ്ക്ക് തകരാറ് വരുമ്പോൾ നോർമലി ഫിൽട്ടർ ചെയ്യപ്പെടാത്ത ആൽബുമിൻ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള അരിപ്പ വഴിക്ക് ഫിൽട്ടർ ചെയ്യപ്പെട്ട് യൂറിനിൽ വരുമ്പോഴാണ് പത കാണുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഗ്ലോമറുലാർ മെംബ്രെയിൻ ഡാമേജ് വരാം? പൊതുവെ അനിയന്ത്രിതമായിട്ടുള്ള പ്രഷറും പ്രമേഹവുമാണ് ഇത്തരത്തിൽ ഈ അരിപ്പയ്ക്ക് ഡാമേജ് വരുത്തി യൂറിനിൽ ആൽബുമിൻ വരുന്നതിനുള്ള പ്രധാന കാരണം. അതോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷനും യൂറിനിൽ ആൽബുമിൻ വരുന്നതിന് കാരണമാണ്. എക്സസീവ് അളവിൽ പത കണ്ടാൽ നാം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡോക്ടറോട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു സ്പോട്ട് യൂറിൻ സാമ്പിൾ എടുത്ത് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു നോക്കും. ഇത് എത്ര മൈക്രോഗ്രാം ആൽബുമിൻ യൂറിനിലൂടെ വരുന്നു എന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. പൊതുവെ 30 മൈക്രോഗ്രാം വരെ ഉള്ള ആൽബുമിൻ നോർമലായിട്ടാണ് കണക്കാക്കുന്നത്. 30-ന് മേലെ വരുമ്പോൾ അത് അബ്നോർമലായി, അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജായി. 300 മൈക്രോഗ്രാമിനേക്കാളും മേലെയാണെങ്കിൽ അതിനെ ഒരു അപകടകാരിയായിട്ടുള്ളൊരു ലെവലായി കണക്കാക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡോക്ടർ UACR, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന സ്പെഷ്യൽ ടെസ്റ്റും ഇതിൽ ഒന്നും കൂടെ വ്യക്തത വരുത്തുവാനായി നടത്താറുണ്ട്. ക്രിയാറ്റിനിൻ ടെസ്റ്റും മൈക്രോ ആൽബുമിൻ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസർജ്യ വസ്തുവാണ്. കിഡ്നി ശരിയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ക്രിയാറ്റിനിൻ ഗ്ലോമറുലാർ മെംബ്രെയിൻ വഴി ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ ശരിയായി എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോൾ ഈ ക്രിയാറ്റിനിൻ ശരിയായി എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ബ്ലഡിൽ കെട്ടിക്കിടന്നാണ് ക്രിയാറ്റിനിൻ ലെവൽ കൂടി വരുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വളരെ സാധാരണമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കിഡ്നി മറ്റൊരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഇത്തരത്തിൽ കിഡ്നി ദാനം ചെയ്യുമ്പോൾ കൊടുത്ത വ്യക്തിയിലും കിട്ടിയ വ്യക്തിയിലും ഒരേ കിഡ്നിയേ ഉള്ളൂ. 50% അവരുടെ കിഡ്നി ഫങ്ഷൻ ഇല്ല. എന്നിട്ട് പോലും അവരുടെ ക്രിയാറ്റിൻ ലെവൽ നോർമലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 60-65% കിഡ്നി പ്രവർത്തനം തകരാറിലായാൽ മാത്രമേ ക്രിയാറ്റിനിൻ ലെവൽ കൂടുകയുള്ളൂ. ക്രിയാറ്റിനിൻ ലെവൽ കൂടി തുടങ്ങിയാൽ പൊതുവെ അതിനെ ചികിത്സിച്ച് നോർമലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു വാർണിംഗ് സ്റ്റേജാണ്. മൂത്രത്തിലൂടെ ആൽബുമിൻ പോയി തുടങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ കിഡ്നി തകരാറ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് മൈക്രോ ആൽബുമിൻ. മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരവസ്ഥ ശരിയായി ശ്രദ്ധിച്ച് വേണ്ടത്ര ചികിത്സ എടുത്താൽ അത് പൂർണ്ണമായും നമുക്ക് നോർമലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അതേസമയം മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ക്രിയാറ്റിനിൻ കൂടി കിഡ്നി തകരാറിലേക്കും നയിക്കാം.
ഇനി എന്തെല്ലാമാണ് മൈക്രോ ആൽബുമിൻ കാണുന്ന വ്യക്തികൾക്ക് നൽകുന്ന ചികിത്സ? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള പ്രഷറും പ്രമേഹവുമാണ് മൈക്രോ ആൽബുമിൻ വരുന്നതിനുള്ള പ്രധാന കാരണം. അപ്പോൾ പ്രഷറും പ്രമേഹവും ശരിയായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് മൈക്രോ ആൽബുമിൻ കുറയ്ക്കുന്നതിനും കൂടാതെ നോക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാന ചികിത്സ. അതോടൊപ്പം പ്രഷർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ACE ഇൻഹിബിറ്റർ, ARB എന്ന ഗണത്തിൽപ്പെട്ട മരുന്നുകളും മൈക്രോ ആൽബുമിനുള്ള വ്യക്തികൾക്ക് നൽകാറുണ്ട്. പ്രമേഹമുണ്ട്, പ്രഷറില്ല, മൈക്രോ ആൽബുമിൻ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലും പ്രഷറിന് ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ മൈക്രോ ആൽബുമിൻ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രഷർ ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള രോഗികൾക്ക് നൽകാറുണ്ട്. അതോടൊപ്പം പ്രമേഹ ചികിത്സയിൽ ഉപയോഗിക്കുന്ന SGLT2 ഇൻഹിബിറ്റർ എന്ന മരുന്നുകളും ഈ മൈക്രോ ആൽബുമിൻ കുറയ്ക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആണ്. പുതിയതായി മാർക്കറ്റിൽ വന്ന ഫിൻട്രനോൺ എന്ന ഒരു മരുന്നും ഇതിന് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രമേഹ രോഗികളെ, നിങ്ങളുടെ യൂറിനിൽ എക്സസീവ് എമൗണ്ടായി പത കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറോട് ഈ വിവരം റിപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഭാവി കിഡ്നി തകരാറും ഡയാലിസിസ് എന്നൊരു സാഹചര്യവും ഒഴിവാക്കാൻ സഹായിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.